ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാന അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. PM കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുകയാണ്. അടുത്ത മാസം മുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങും. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ഇതിൽ ആദ്യത്തെ അറിയിപ്പ് PM കിസാൻ വെബ്സൈറ്റിൽ ഗുണഭോക്താക്കൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന പുതിയൊരു സംവിധാനം കൂടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. കിസാൻ നിധി ഗുണഭോക്താക്കൾക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ സംശയ നിവാരണത്തിന് ഒരു നമ്പറോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ ആവശ്യപ്പെടുന്നതിനും അന്വേഷിക്കുന്നതിനും ഒരു കോൾ സെൻ്ററോ ഇല്ലാത്തതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന കാര്യമായിരുന്നു. വ്യാജ വാർത്തകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു നമ്പറോ ഓഫീസോ ഉണ്ടായിരുന്നെങ്കിൽ അത് ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസമായിരുന്നേനെ. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തെ 14 ജില്ലയിലുള്ള PM കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് സംശയങ്ങൾ ചോദിക്കുന്നതിന് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും കൃഷി ഓഫീസർമാരുടെ നമ്പറുകൾ PM കിസാൻ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ജില്ലയിലും 6 മുതൽ 16 വരെയുള്ള ഉദ്യോഗസ്ഥരുടെ നമ്പറാണ് ഓരോ ജില്ലകളിലും 6 മുതൽ 16 വരെയുള്ള ഉദ്യോഗസ്ഥരുടെ നമ്പറാണ് PM കിസാൻ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത പ്രദേശത്തെ കൃഷി ഓഫീസറുടെ നമ്പർ ഇനി ഈ PM കിസാൻ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. ഇത് ലഭിക്കുന്നതിനായി PM കിസാൻ പോർട്ടലായ pmkisan.gov.in ഓപ്പൺ ചെയ്ത് സെർച്ച് യുവർ കോൺടാക്റ്റ് എന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുക. സ്റ്റേറ്റ് നോഡൽ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എന്ന ബോക്സ് തുറന്നു വരും. അതിൽ സെർച്ച് ഡിസ്ട്രിക്ട് നോഡൽ എന്നത് സെലക്ട് ചെയ്ത് ശേഷം സ്റ്റേറ്റിൽ കേരള എന്നും ഡിസ്ട്രിക്ട് എന്നതിൽ നിങ്ങളുടെ ജില്ലയും സെലക്ട് ചെയ്യുക. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ നമ്പറും മെയിൽ ID-യും ഉൾപ്പെടെ വരുന്നതാണ്. PM കിസാൻ ഗുണഭോക്താക്കൾക്ക് ഇതിൽ നിന്നും നിങ്ങളുടെ ഏറ്റവും അടുത്ത സ്ഥലത്തുള്ള ഓഫീസറുമായി ബന്ധപ്പെട്ട് സംശയ നിവാരണം നടത്താം. അടുത്ത അറിയിപ്പ് PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമോ എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി നിങ്ങളുടെ ഭൂമി ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു കർഷക ID നമ്പർ ലഭിക്കുന്നതാണ്. ഖദർ ആപ്പിൽ ഇതിന് പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഖദർ ആപ്പ് ഒരിക്കലും PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നതിനായി ബന്ധപ്പെട്ട് ഒരുക്കിയതല്ല. എന്നിരുന്നാലും കർഷകരുടെ മറ്റ് ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവർക്ക് ലഭിക്കുന്നതിന് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിനു വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഖദർ ആപ്പ് വികസിപ്പിച്ചത്. അടുത്ത അറിയിപ്പ് കൃഷി വകുപ്പ് ലോക ബാങ്ക് സഹായത്തോടെ ആവിഷ്കരിച്ച കേര പദ്ധതിയിൽ റബ്ബർ, ഏലം, കാപ്പി കർഷകർക്കുള്ള സബ്സിഡി വിതരണം ഈ വർഷം തുടങ്ങുന്നതായിരിക്കും. റബ്ബർ കർഷകർക്ക് 75,000 രൂപ ഹെക്ടർ ഒന്നിന് സബ്സിഡി കിട്ടും. ഏലത്തിന് ഹെക്ടർ ഒന്നിന് 1 ലക്ഷം രൂപയും കാപ്പിക്ക് 1,10,000 രൂപയും സബ്സിഡി അനുവദിക്കും. റബ്ബറിന് 5 ഹെക്ടർ വരെ കൃഷിയുള്ളവർക്കാണ് സഹായധനം. ഏലത്തിന് 8 ഹെക്ടർ വരെയും കാപ്പിക്ക് 10 ഹെക്ടർ വരെയും കൃഷിഭൂമിയുള്ളവർക്ക് സഹായം നൽകും. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തിരുവനന്തപുരം, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലെ റബ്ബർ കർഷകർക്കാണ് സഹായം കിട്ടുക. കാപ്പിക്കുള്ള സഹായം വയനാട് ജില്ലയിലെ കർഷകർക്കും ഏലം സഹായദാനം ഇടുക്കിയിലെ കർഷകർക്കുമാകും. ജൂണിൽ സബ്സിഡി ലഭ്യമാകുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു. 3 വിളകളിലും 10 ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് പ്രത്യേക പരിശീലനം നൽകും. പരിശീലനം നേടി അപേക്ഷ നൽകുന്നവരിൽ നിന്നാണ് സബ്സിഡിക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുകയെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞു. കേര പദ്ധതിയുടെ ആദ്യ ഗഡുവായി 140 കോടി രൂപ ലോക ബാങ്കിൽ നിന്ന് ലഭിച്ചു. കൃഷി വകുപ്പാണ് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് വഴി പദ്ധതി നടപ്പാക്കുന്നത്. കൃഷി വകുപ്പിന്റെ 2,365 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.